അസ്സലാമു അലൈക്കും. സുഹൃത്തെ, നിങ്ങളിപ്പോ ഞങ്ങളെ എത്ര ആളെ വേണ്ടു ഇത്ര ആളെ വേണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യ എല്ലാം കൂടി നിങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു കോലത്തിലാണ് നിങ്ങൾ എത്തിക്കുന്നത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഇതാക്കുവാനോ ഇതൊന്നല്ല വന്നത്. ഇപ്പോൾ ഞാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ അതിന് മറുപടി തരുമെങ്കിൽ ഞാൻ തയ്യാറാണ്. അല്ലാത്ത നമ്മളൊരു സമയം കണക്കാക്കുന്നതിനാന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉസ്താദ് എടുത്ത് ഒരു അരമണിക്കൂർ പ്രസംഗിച്ച് അല്ലെങ്കിൽ അതിനൊരു മറുപടി, അതൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അതുമല്ല, പിന്നെ എനിക്ക് കൂടുതൽ ചോദിക്കാൻ കഴിയില്ല. നിങ്ങൾ 2 മിനിറ്റ് മറുപടി പറയാ, ഞാൻ 2 മിനിറ്റ് എനിക്ക് ചോദിക്കാൻ 2 മിനിറ്റും വേണമെന്നില്ല. എനിക്ക് ചോദിക്കാനുള്ള സമയം മാത്രം മതി. ഒരു 2 മിനിറ്റ് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം എന്നുള്ള നിലക്കാണ് എന്റെ ചോദ്യം. അതിന് ഉസ്താദുമാർ ഇപ്പൊ തയ്യാറാണെങ്കിൽ അത് പൂർത്തിയാവോളം തയ്യാറാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് ഉസ്താദുമാർ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ ഇപ്പം തന്നെ ചോദിക്കാൻ ഒരുങ്ങാവുന്നതാണ്. അതോടൊപ്പം പിന്നെ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെ മറുപടി കിട്ടിയതിനു ശേഷം ഞാൻ മൈക്ക് എടുക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂർഫൈസ് ഉസ്താദ് മൈക്കിൽ വരണം. ഉസ്താദിന്റെ ഒരു നേതൃത്വം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഉസ്താദിന്റെ തീരുമാനം അനുസരിച്ച് ഞങ്ങളെല്ലാം ഇപ്പൊ നമ്മളൊക്കെ റെഡിയാണ്. നൗഷാദ് സാഹിബ് റെഡിയാണ്, ഉസ്താദും അതുപോലെ തന്നെ നിയാസുദവി എല്ലാവരും ഉണ്ട്. നമ്മളെപ്പോഴും റെഡിയാണ്. കാരണം എന്താ, നമുക്ക് 100% ഏത് സാധാരണക്കാരനും അറിയാം ഇത് ആര് തന്നെ ഈ കാന്തപുരത്തിനെ തന്നെ ഈ സദസ്സിൽ കൊണ്ടുവന്ന് വെച്ചോളി, ഞങ്ങളിത് പൊളിച്ചിട്ടാണ് കൊടുക്കും മുഴുവൻ. കാരണം അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് റെഡി ആവാന്നുണ്ട്, ഇപ്പൊ റെഡിയാണ്. അതുകൊണ്ട് നൂർഫൈസ് ഉസ്താദ് ഒന്ന് മൈക്കിൽ വരണമോ, അല്ലെങ്കിൽ നൗഷാദ് സാഹിബ് ഒന്ന് മൈക്കിൽ വരട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കല്ലേരി, ഇനി ആ വിഷയം അങ്ങനെ കൂടുതൽ ഇങ്ങനെ സംസാരിക്കണം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. മറുപടി പറയാൻ ഉസ്താദ്മാരുണ്ട്, സിദ്ദീഖ് സാഹിബ്, നൗഷാദ് സാഹിബ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നിങ്ങൾ പിന്നെ ഇങ്ങനെ ആ വിഷയം നിങ്ങൾ കൂടുതൽ ഇങ്ങനെ വരാതെ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചോളൂ. ഉള്ള സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാലോ. ചിലപ്പോൾ ഒരുപാട് ആൾ റൈസൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇട്ട് ഈ ടോപ്പിക് ഇട്ട് നേരത്തെ പരസ്യം ചെയ്തുകൊണ്ടായിരിക്കും ചോദ്യം ചോദിക്കാൻ പല ആളുകളും വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മൈക്കിൽ ഒന്ന് ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കല്ലേരി സാഹിബ് ചോദിച്ചത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. അതിന് നല്ല വ്യക്തമായ മറുപടി പറയലായിരിക്കും മാന്യത എന്ന് മനസ്സിലാക്കുന്നു. അതിന് വേണ്ടത് സഖാഫി ഉസ്താദേ, റഷീദ് സാഹിബ് ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദിച്ചാലല്ലേ മാന്യമായി ഉത്തരം പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ചോദ്യം ചോദിക്കട്ടെ. അതിനോട് വേണ്ടി മയക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചാടി വന്നിട്ട് ആ പേരിന്റെ കൂടെയുള്ള സഖാഫി ആ സ്വഭാവങ്ങൾ കാണിക്കരുത് ദയവ് ചെയ്തിട്ട്, ഇവിടുന്ന് അങ്ങനെ ചാടി വന്നിട്ട്. അപ്പോ അതുകൊണ്ട് അതിങ്ങനെ വിളിച്ചറിയിക്കാണ് നിങ്ങൾ ഇപ്പൊ ഈ സ്വഭാവം. അതുകൊണ്ട് ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹം ചോദ്യം ചോദിക്കണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്റെ ചോദ്യം കഴിയുന്നത് വരെ ഇൻഷാ അല്ലാഹ് എനിക്ക് തന്നെ മൈക്ക് കിട്ടണം. അല്ലാതെ ഇത്രയും ആളിവിടെ കൈപൊക്കി നിന്നതിന് ശേഷം അവർക്ക് മൈക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. ഈ വിഷയം നമുക്കൊരു പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയപരമായിട്ട് സംസാരിക്കുവാനോ സാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ എനിക്ക് തന്നെ മൈക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ ഇപ്പം തന്നെ ചോദിക്കാം. ഹലോ, സത്യത്തില് ഇയാള് എനിക്ക് തോന്നുന്നത് നമ്മളെ ചർച്ച ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി കയറി വന്നാണ്. അവരുടെ ആ ചെറിയും മറ്റേ ഒരു സക്കാഫി എന്ന് വേണ്ട ഒരാൾ ഒരു ഐഡിയയിൽ വന്നിട്ട് തങ്ങളാണ് ഷിഹാബ് തങ്ങൾ സക്കാഫി എന്നൊക്കെ വേണ്ട ഒരാൾ ഐഡിയയിൽ വന്നല്ലോ. മൂപ്പര് അവിടുന്ന് ഇങ്ങനെ അവര് പറയാന്നിട്ട് എല്ലാവരും കൂടെ കൂടിച്ചിരിക്കുക. അങ്ങനെ ഒരു പരിപാടിക്കാണെങ്കിൽ വരണ്ട. നിങ്ങൾ ചോദിക്കാനല്ല, ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ അയക്കണം, ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ അയക്കണം എന്നിങ്ങനെ പറയാം. നിങ്ങൾ ചോദിക്കാൻ അയക്കൂല, നിങ്ങൾ തന്നെ മറുപടി വരാം. എന്താ മാഷേ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊന്നും ഞങ്ങൾ കടന്നുറങ്ങല്ലായിരുന്നു, അപ്പോഴും ഞങ്ങൾ ബിരുദ് പഠിച്ചു തന്നെയായിരുന്നു. ആ പരിപാടി ആ പരിപ്പൊന്നും ഇവിടെ വീഴൂല. നിങ്ങളൊക്കെ മനസ്സിലാക്കിങ്ങാണ്ട് അവിടെ നിങ്ങൾ ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ തീർച്ചയായും ഞങ്ങൾ ഇവിടെ കേൾക്കും. നിങ്ങൾ എത്ര രഹസ്യമാക്കി വെക്കുന്ന നിങ്ങളെ പലതും നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച സാധനങ്ങളും ഏത് ബോംബെയിലെ ഏത് അധോലോകത്തിന്റെ ഗോഡൌണുകൾ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ച മുടിയുടെ കെട്ടുകൾ മുഴുവൻ അത് റെക്കോർഡ് ചെയ്ത് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എന്ത് സംഭവമാണ് എങ്കിലും ഞങ്ങൾക്കത്
കൊണ്ടുവരാൻ കഴിയും, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഏർപ്പാടൊന്നും വേണ്ട. നിങ്ങൾക്ക് മാന്യമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇത് ദീനീ ഫിഖ്ഹ്പരമായ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു സമകാലിക പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും പ്രഭാഷണങ്ങളും ഞങ്ങളുടെയും ഒക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളൊക്കെയും ഉണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാം. അല്ലാതെ മറ്റുള്ള രൂപത്തിൽ ഇങ്ങനെ വരിക, എന്നെ ചോദിക്കാൻ അയക്കൂല എന്നിട്ട് അത് കൊണ്ടുപോയി നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, അത് ഏർപ്പാടൊന്നുമില്ല. ഇവിടെ ആരെയും ചോദിക്കാൻ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ പിന്നെ സംശയം മുഴുവൻ തീരുന്നത് വരെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അല്ലാതെ നിങ്ങളിങ്ങനെ പറയുന്നതനുസരിച്ച് ഞങ്ങളെ ക്ലാസ് റൂം ഇങ്ങനെ കൊണ്ടുപോവുക, ആ ഏർപ്പാടല്ല. ഞങ്ങളുടെ ക്ലാസ് റൂം പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, ചോദിക്കാം. നിങ്ങൾ ഈ സമയം വെറുതെ ഇങ്ങനെ കളയും. ഇപ്പൊ എത്രനാല് സമയമായി, ഒരു ഏകദേശം ഒരു 10-16 മിനിറ്റ് ആയി ഞാൻ ചോദിച്ചാട്ടെ നിങ്ങൾ മറുപടി പറയോ, ഞാൻ ചോദിക്കാൻ തയ്യാറാണ്, നിങ്ങൾ മറുപടി വേണ്ട, ആ പരിപാടി വേണ്ട. അടുത്ത ആളുകൾ ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ സമയാനുസരണം നിങ്ങളും വന്നോളൂ, മൈക്ക ചാടണ്ട. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അപ്പല്ല. നിങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബന്ധപ്പെട്ട ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അവസരം തരും. അത് ഇവിടെ എല്ലാവരും കൊടുക്കലുണ്ടല്ലോ. ഇന്നലെ നിങ്ങള് വക്കല്ലൂര് എന്ന് പറഞ്ഞൊരു ഐഡിയിൽ വന്ന ആൾക്ക് എത്രനാലും സമയം നമ്മൾ 3, 4, 5, 6, 7 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട ARCKP എന്ന ഐഡിയിലുള്ള നമ്മൾ ബഹുമാനപ്പെട്ട അഡ്മിൻ കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ നാടി ഞങ്ങൾ നാടി 756 എന്നില്ല നിങ്ങളുടെ പിന്നെ മലബാർ ക്ലാസ് റൂമിലെ അഡ്മിനാണ്. മൂപ്പർക്ക് മൂപ്പര ശബ്ദം ശരിയാവോളം ഞങ്ങളൊക്കെ ദ്വാർക്കും ചെയ്തു അയാളെ ശബ്ദം ഒന്ന് ശരിയായിട്ട് പെട്ടെന്ന് വരട്ടെ. എത്രനാലും സമയം നമ്മൾ കൊടുത്തത് അയാൾക്ക്. മണിക്കൂർ ന്യൂസ് പ്ലസിന് മുത്തുട്ടി അങ്ങനെ എത്ര ആളുകൾക്ക്, കണ്ടമാനം ആളുകൾക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. എത്ര അവസരങ്ങൾ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര അവസരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഉപചോദ്യങ്ങൾക്ക് തരും. അല്ലാതെ ഇങ്ങനെ കയറി വന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് കൂടിയിട്ട് വെച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് നിസാം നിസു മൈക്കെടുക്കേ. കല്ലേരിന്റെ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. കല്ലേരിക്ക് അങ്ങനെ ചർച്ചക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സിദ്ദീഖ് കരിമ്പുറമായോ സുന്നിസം ഐഡിയിലൊക്കെ PM ചെയ്ത് അതിനൊരു കൃത്യ സമയം വെക്കാം. ഇത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സംഗതിയല്ല ഇപ്പൊ ഉള്ളത് ഈ ചർച്ച. അപ്പൊ ഈ ചർച്ചന്റെ ഇടയിൽ വന്ന് കാണ്ട് ഇപ്പൊ ഞാൻ ചർച്ചക്ക് തയ്യാറുണ്ട് എന്ന് കുറെ നമ്മൾ കേട്ടല്ല. അപ്പൊ ആ ചർച്ചക്കുള്ളത് നമ്മൾ അഡ്മിൻസുമായിട്ട് ആരെങ്കിലും നൂർബൈ ഉസ്താദോ സിദ്ദീഖ് കരിമ്പുറ സാഹിബോ നൗഷാദ് ആരെങ്കിലും ഒക്കെ ആയിട്ട് PM ചെയ്ത് സമയം തീരുമാനിച്ച് വെക്കാം. നിങ്ങൾക്ക് എത്ര സമയം വേണ്ട വെച്ചാൽ സമയം എടുക്കാം, ഒക്കെ സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ വ്യക്തമായ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് കൊടുക്കുക. അല്ലാതെ അഡ്രസ് ഇല്ലാതെ സംഗതി കാര്യങ്ങളൊന്നും നടക്കൂല. ഏതെങ്കിലും ഒരു റഷീദ് കല്ലേരി നിങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ആളാണോ, അല്ലെങ്കിൽ അവരേതെങ്കിലും ക്ലാസ് റൂമിന്റെ ആളാണോ, അല്ലെങ്കിൽ നിങ്ങളെ ബാക്കിൽ അവരുണ്ട്, ആരായാലും മതി, അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് PM ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു നെക്സ്റ്റ് ഒരു സമയത്ത് അത് നമുക്ക് ആക്കാം. അല്ലാതെ ഈ ഇതിൽ ചർച്ചിന്റെ അടിയിൽ വന്ന് കണ്ട് ഇങ്ങനെ കുറെ നേരം സമയം വെറുതെ വേസ്റ്റ് ആക്കാന് അതല്ല നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് PM ചെയ്ത് പറയുക. ഇനി അടുത്തത് നിസാം നിസു. KK ജലീൽ മൈക്ക് എടുക്കാൻ, അല്ലെങ്കിൽ നിസാം നിസു മൈക്ക് എടുക്കുക. മൈക്ക് ചാടിയാല് ഡോട്ടോ ബോണസ് ഉണ്ടാവും. അത് ARCKP അബ്ദുറഹ്മാൻ സാഹിബ് വന്നിട്ടുണ്ട്. മൈക്ക് ചാടുന്നവരെ ചാടാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ റഷീദ് സാഹിബ് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തന്നിട്ടില്ല എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങളെ അഡ്രസ്. ഞാനിപ്പോ സിദ്ദീഖ് കരിമ്പ്ര, ഞാൻ മൊറയൂർ പഞ്ചായത്തുകാരനാണ്, SKSSFന്റെ സജീവ പ്രവർത്തകനായിട്ട് നാട്ടിൽ. അതുപോലെ നിങ്ങളെ ID നിങ്ങൾ പറഞ്ഞുകൊണ്ട് നാളെ നമുക്കൊരു പ്രൈവറ്റ് റൂമിൽ വേണമെങ്കിൽ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാം. നൗഷാദ് സാഹിബ് ഉണ്ടാവും, ഞങ്ങൾ മാത്രം മതി. നിങ്ങൾ റഷീദ് സാഹിബ് അതിന് റെഡി ആണെങ്കിൽ നൗഷാദ് സാഹിബായിട്ടൊന്ന് PM ചെയ്ത് കൊണ്ടെന്ന് പറയാം. അത് നമുക്കൊന്ന് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ റൂമിൽ അത് ഇടും ചെയ്യും. അതിനും പ്രശ്നമില്ല. കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ് 100% നിങ്ങളടുത്ത് പൊളിച്ചു കഴിയാൻ തരും. നിങ്ങൾ പറയുന്ന മാതിരിക്കല്ല, ഞങ്ങൾക്ക് 100% ഉറപ്പാന്ന് വ്യാജാണ്. അത് തെളിയിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ എത്ര ധൈര്യത്തോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു പ്രൈവറ്റ് റൂമിക്ക് അതിന് റെഡിയാണെന്നുണ്ടെങ്കിൽ നൗഷാദ് സാഹിബുമായിട്ടൊന്ന് ബന്ധപ്പെടാം. ഞാൻ കുറഞ്ഞൊരു ബിസിയാണ് ഇപ്പോൾ. നൗഷാദ് സാഹിബുമായിട്ടൊന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന്റെ വ്യവസ്ഥ എത്രയേ ഉള്ളൂ. മർക്കസിലെ വ്യാജമൂടി അതിൽ നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് ടെലിഫോൺ നമ്പർ അടക്കം തരാം. ഞങ്ങളതും കൈമാറും. അതിന് റെഡിയാണെങ്കിൽ നൗഷാദ് സാഹിബ് ബന്ധപ്പെടാം. ഇപ്പൊ നമ്മുടെ ചർച്ച നടക്കുകയാണ്, അതിൽ എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആദ്യം അയാളെ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങൾ ഉരുണ്ടി കളിക്കല്ല. ആനന്ദങ്ങളെ കൂട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ സുഖാണെന്ന് വിശ്വസിക്കുന്നു. ആരാണ് അവിടെ ആൺകുട്ടികൾ ഉണ്ടോന്ന് ചോദിച്ചത്? ഇവിടെ ഇരിക്കുന്നതൊക്കെ ആൺകുട്ടികളാണ്. ആണും പെണ്ണും അല്ലാത്ത ചില കൗമുകൾ കേരളത്തിൽ ഇപ്പോഴുണ്ട് എന്ന് മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. വളരെ മാന്യമായി നടക്കുന്ന ക്ലാസ്സാണ്. എന്നിട്ടും നിങ്ങൾക്ക് ചില പ്രത്യേക സാധനങ്ങൾ ചോദിച്ച് ചൊറിഞ്ഞുകൊണ്ട് വീണ്ടും അറിയണം. എത്ര തന്നെ പറഞ്ഞിട്ടും നിങ്ങളുടെ തറയിൽ കയറുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ബാക്കിയുണ്ടെങ്കിൽ പ്രൈവറ്റ് റൂമിൽ ഉത്തരവാദിത്വത്തോടു കൂടി വരാം എന്നുകൂടി നിങ്ങളോട് പറഞ്ഞു. എവിടെയാ നിങ്ങൾക്ക് ഇതുപോലെ മറുപടി കിട്ടുന്നുള്ളത്? പിന്നെ അത്രമാത്രം വലിയ ചോദ്യം, എന്ത് ചോദ്യം ആരാണ് ചോദിക്കാനുള്ളത്? ഇപ്പം വന്ന സുഹൃത്തോ? ഓക്കെ, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആരാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചോദ്യം ഒന്ന് ചോദിച്ച്. അതല്ല റഷീദ് കല്ലേരി സാഹിബോ? റഷീദ് സാഹിബ് സുഖമൊക്കെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ആർക്കാണ് ഇത്ര വലിയൊരു ചോദ്യം ചോദിക്കാനുള്ളത്? ഒന്ന് കാണണമല്ലോ, എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്? എല്ലാം ചീറ്റിപ്പോയില്ലേ? ഇനിയും ആ മുടിയും പിടിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനാണ് പോകുന്നത്. തൗഹീദ് മടക്കേ അതിനെക്കുറിച്ച് ഇനി പറയാനുള്ളൂ. അതുകൊണ്ട് മാന്യമായി കൊണ്ട് ചോദ്യം ചോദിക്കുക. ഞങ്ങൾ പറഞ്ഞു ഇവിടെ 12 മണിവരെ, എല്ലാ ദിവസവും 12 മണിവരെ ഞങ്ങൾ അവസരം കൊടുക്കാറുണ്ട്. അത് ചില സമയത്ത് ചില പ്രത്യേക ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ചില പ്രത്യേക ആള് വന്നാൽ ചിലപ്പോൾ 12 മണിക്ക് ശേഷവും ഞങ്ങൾ അവസരം കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം വിഷയത്തിൽ നിന്ന് മാറാൻ വേണ്ടി പല വിഷയവും കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഒന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ, ആര് തന്നെ എത്ര തന്നെ വിഷയം മാറ്റാൻ ശ്രമിച്ചാലും വിഷയം മാറുകയില്ല. വിഷയം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വ്യാജമുടി, മർക്കസിലുള്ള വ്യാജമുടി. അതിൽ തന്നെ നിന്നുകൊണ്ട് ആണത്വമുള്ള ഏതെങ്കിലും വിഘടിത സമൂഹത്തിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവൻ മൈക്കിന് വന്ന് പറയട്ടെ, അതിന് സനതുണ്ട്, അത് ഒറിജിനൽ ഷഹറെ മുബാറക്കാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ മൈക്കെടുത്ത് പറയണം. ഒരാൾക്കും കഴിയില്ല. വെറുതെ വെറും വാക്ക് പറഞ്ഞാൽ പോരാ. ഇത് ദീനാണ്. നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞിട്ട് ദീനെല്ലാ കാര്യവും സനത് കൊണ്ടാണ് തെളിയിക്കേണ്ടതെന്ന്. പിന്നെ എന്താ അണികൾക്ക് എന്താ അത് പറഞ്ഞാൽ അനുസരിക്കാൻ? നേതാക്കൾ മതിയാക്കിയല്ലോ, നേതാക്കളെല്ലാം നിർത്തിയല്ലോ. പിന്നെന്താ അണികൾക്ക് ഒരു ചൂടെന്ത്? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു ഷഹറെ മുബാറക്ക് ഞങ്ങളുടെ കേരളത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളും അതിൽ ബർക്കത്തെടുക്കാൻ സന്നദ്ധരാണ്. അല്ലാതെ ഷഹറെ മുബാറക്ക് അല്ലാതെ ഏതെങ്കിലും നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞതുപോലെ 2 വക്ത് പോലും മര്യാദയ്ക്ക് നിസ്കരിക്കാത്ത, കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം വിടുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അയാളെ ഷെയ്ഖാണെന്നോ അല്ലെങ്കിൽ മഹാനാണെന്നോ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അന്നേരം അതിന്റെ ബാക്കി വാക്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് 10,000 മുടി, അയാൾക്ക് തന്നെ അറിയാം. അയാൾ തന്നെ പറഞ്ഞു ഇതിന് ഒരു സരതും ഇല്ല, എന്റെ അടുത്തില്ല, മുടിയാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന കൂട്ടരെ ഈ മുടി തന്ന ആള് തന്നെ പറയുന്നു സനദില്ലാന്ന്. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന സനത് കിട്ടിയത്? സ്വപ്നം കണ്ടതാണോ? അതുകൊണ്ട് മാന്യമായിട്ട് ചോദ്യങ്ങളിലേക്ക് വരിക. ആരും ഓവർ സ്മാർട്ട് ആകാൻ ആരും ശ്രമിക്കണ്ട. മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വളരെ വളരെ കൃത്യമായിട്ട് ഉത്തരം തരും. ഇനി അറിയാത്ത ഉത്തരമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അതിന് മറുപടി പറയും. അതല്ലാതെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പറയാനുള്ള ഒരിത് ഞങ്ങൾ എവിടെയും കാണിക്കാറില്ല. നിങ്ങളായിട്ടത് കാണിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആധികാരികമായിട്ട് പറയൂ, വ്യക്തമായി തെളിവുകളോട് പറയൂ. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും അടുത്താള് നിസാം നിസു അവിടെയുണ്ടോ? നിസാം നിസു, നിങ്ങളുടെ ടെക്സ്റ്റ് ഡോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിസാം നിസു അവിടെ ഉണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് അടിച്ച എസ് എന്ന് അടിച്ച അവിടെ അദ്ദേഹം പോയി. അടുത്തത് ഷക്കീർ അവിടെയുണ്ടോ? ജലീൽ ഉസ്താദിന് മൈക്ക് വേണ്ടായിരിക്കും, എന്തെങ്കിലും വീഡിയോ കാണിക്കാൻ വേണ്ടി മുമ്പിൽ നിന്നതായിരിക്കും എന്ന് കരുതുന്നു. അതല്ലെങ്കിൽ ഉസ്താദ് പറയണം. സക്കീർ അവിടെ ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ഡോട്ട് മാറ്റിയിട്ടുണ്ട്. സക്കീർ അവിടെ ഉണ്ടോ? സക്കീർ ഇല്ല എങ്കിൽ തൃപ്പണിച്ചെടുക്കുക. ആരും ചാടാനൊന്നും